ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് ഇല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തായാലും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. ഞാൻ ആൾറെഡി ഒക്ടോബറിൽ തന്നെ ഇതിന്റെ ലിസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് തന്നെയാണ്. അതായത് ഡോട്ട് കോയിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇതിന്റെ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഡോട്ട് കോയിനെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഈ വീഡിയോയ്ക്ക് കമന്റിൽ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത റെഫറൽ ലിങ്കിന് ഞാൻ എന്താണ് സെലക്ട് ചെയ്യുന്നത്. റാൻഡംലി ആയിരിക്കും പിക്ക് ചെയ്യുന്നുണ്ടാവുക, ലൈവ് വെച്ചിട്ടായിരിക്കും പിക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഡോട്ട് കോയിനിൽ എന്ന് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. ഞാൻ ആൾറെഡി ഡോട്ട് കോയിനെ പറ്റിയിട്ടുള്ള 10 ടോപ്പ് 10 പ്രൊജക്റ്റിൽ പറ്റിയിട്ട് ഈ ഡോട്ട് കോയിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പോയത് തന്നെ നമുക്ക് ഇതിൽ എല്ലാത്തിലും പോലെ ടാപ്പ് ടു ഏൺ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ടാപ്പ് ചെയ്യുന്നുണ്ട്, ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പോയിന്റ്സ് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മേടിച്ച് ഈ പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഈ ലെവലിൽ ബൂസ്റ്റ് ചെയ്യാനും ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒന്നാണെങ്കിൽ ആ ടാപ്പിംഗ് പവർ കൂട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ താഴത്തേക്ക് വന്നു പറഞ്ഞാൽ ഇവിടെ പേ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിനെ ഡബിൾ ചെയ്യാൻ പറ്റും. എന്താന്ന് പറഞ്ഞാൽ ഇടയിൽ ഇപ്പൊ ഇത്രത്തോളം ടോക്കൺസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡബിൾ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നു പറഞ്ഞാൽ ഇവിടെ ഏണുണ്ട്. ഏതൊരു പ്രൊജക്ട് എടുത്താലും ടാസ്കുകൾ ഉണ്ടാവും. അപ്പൊ ആ ടാസ്കുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ആ ടാസ്കുകൾ എല്ലാം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പോയിന്റ്സുകൾ കിട്ടുള്ളൂ. പിന്നെ വേറൊന്ന്, ഇതിൽ കുറെ ഗെയിംസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഗെയിംസ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിൽ കൂടുതൽ പോയിന്റ്സ് നേടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിക്കരുത് എല്ലാത്തിലും. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അതിന് ഒരുപാട് യൂസേജ് ഇപ്പൊ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള ഗുണവും ചാൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇനി ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിലും എന്താണ് കാര്യം, ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് കിട്ടാനുള്ള ചാൻസുകൾ അധികമാണ്. അപ്പോൾ എന്റെ റെഫറൽ ലിങ്കിൽ ആരാണോ വരുന്നത് അയാൾക്ക് നല്ല ബാക്കി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് വരിക. അതിൽ വാലറ്റ് കണക്ഷൻ എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഇതിൽ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ കാണാം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വെനം എന്ന് പറയുന്ന ഒരു വെനം എന്ന് പറഞ്ഞ വിഷമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ പേരൊക്കെ അങ്ങനെയാണ്, അതൊക്കെ അതിന്റെ ഇഷ്ടമുള്ള പേരാണല്ലോ. നമുക്ക് കിട്ടി പോയാൽ പോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ പോകും, പ്ലേ സ്റ്റോറിൽ പോകും. പ്ലേ സ്റ്റോറിൽ ഇത് ഒഫീഷ്യലായിട്ട് പ്ലേ സ്റ്റോറിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ വാലറ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, പേര് കണ്ടാലും പേടിക്കാൻ നിൽക്കരുത്. അപ്പൊ കണക്ട് വാലറ്റ് എന്ന് കൊടുക്കുക. ഞാൻ ആൾറെഡി അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വെനം മൊബൈൽ ആപ്പിൽ നിന്ന് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പൊ ആൾറെഡി അത് എന്താണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചവരാണെങ്കിൽ അവർക്ക് വെനം വാലറ്റ് അവിടെ കാണുന്നതാണ്. ഇല്ലെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോകുക, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, അതിൽ ക്രിയേറ്റ് വാലറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതേപോലെ തന്നെ അതിൽ ഒരു കീ ഫേസസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരുടെയും എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ കണക്ട് വാലറ്റ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കണക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാരണം വന്നു. അതെല്ലാവരും കണക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ വാലറ്റ് ഇവിടെ സക്സസ്ഫുള്ളി കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് റിട്ടേൺ ബാക്ക് കൊടുക്കുക. റിട്ടേൺ ബാക്ക് കൊടുത്തു പറഞ്ഞാൽ വീണ്ടും ഡോട്ട് കോയിനിലേക്ക് പോകും. അപ്പൊ നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. വാലറ്റ് ഇവിടെ കണക്ട് ആയിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കി ഉടനെ നമുക്ക് ഇവിടെ വാലറ്റ് കണക്ട് ആയിട്ടുണ്ടാവും. മിക്കവാറും കണക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കണക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലോഡിംഗ് പ്രശ്നമൊക്കെ ഉണ്ട്, കുറച്ച് വെയിറ്റ് ചെയ്യാൻ നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വെനം വാലറ്റ് എന്തെങ്കിലും അതിൽ ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് നമ്മൾ ഇപ്പൊ ചാടി കയറി ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും നിങ്ങൾ നിൽക്കരുത്. അതേപോലെ തന്നെ ഡോട്ട് കോയിന്റെ ഈ പേജിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവന്റെ കമ്മ്യൂണിറ്റിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യങ്ങൾ ഇപ്പൊ റീസെന്റ് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂസേഴ്സിന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്. ഏൺ മോർ DTC, പ്ലേ ഗെയിം, അൺലോക്ക് എക്സ്ക്ലൂസീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്. ഇവിടെ വെനം പറയുന്നത് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഡോട്ട് കോയിൻ പറയുന്നത് ക്ലെയിം OTC, അതും സൂൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഇനിയിപ്പോ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ വെനം കൊടുത്തിട്ട് തന്നെ മാത്രമാണോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള ഒരു കാര്യം ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഈ ബൂസ്റ്റിൽ പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. എന്നാലും അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ വെനം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അടുത്തത് എൻ്റെ അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം.
അപ്പൊ പിന്നെ വേറൊരു കാര്യം ഇതിൽ നോക്കാനില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മളിപ്പോ കൂടുതൽ ഇപ്പൊ DTC മൈനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. ഞാൻ അതൊന്നും കൂടി നേരെ ബാക്കിൽ പോയിട്ട് കാണിച്ചു തരാം. നേരെ എന്ത് ചെയ്യുക, എല്ലാവരും ബൂസ്റ്റിലേക്ക് വരിക. ബൂസ്റ്റിലേക്ക് വന്നിട്ട് DTC മൈനിങ്, നമുക്ക് ഈ ഡോട്ട് കോയിന്റെ ഇത് കൂടുതലായിട്ട് മൈൻ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് വന്നാൽ കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹോൾഡ് വൺ വെനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ മൈനിങ്ങിന്റെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് വേണം എന്നുള്ളവർക്ക് ചെയ്യാം, ഇല്ലാത്തവർക്ക് ചെയ്യേണ്ട. ഞാൻ എന്തായാലും അതിന്റെ ചെയ്യുന്നില്ല. അങ്ങനെ അതിന്റെ പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഈ വെനം എന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സ്പോട്ടിൽ അത് വാങ്ങാനുള്ള ഒരു ഇത് സൈറ്റിലേക്ക് പോയിട്ടുണ്ട്. വെനം വാങ്ങാനുള്ള സൈറ്റിൽ നമ്മുടെ ഈ ബിനാൻസിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കൂടുതൽ ചെയ്യാതിരിക്കുക. ഞാനും ചെയ്യൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് എന്താണ് വരുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പൈസ കൊടുത്തിട്ടാണ്, ഇപ്പൊ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടുള്ള ഏത് കാര്യവും നിങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്യാതിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാലും ഗുണമുള്ളൂ. ഇല്ലാണ്ട് നമ്മൾ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ആ പ്രോഫിറ്റ് പോലും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമാവും. അപ്പൊ ഇത് ലോഡ് ആവാനും കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമാവുന്നുണ്ട്. ആ പേജ് ലോഡ് ആവുന്നില്ല. ശരി, അപ്പൊ നമുക്ക് എന്ത് വിട്ട് കളയാം. ഈ കാര്യം മാത്രം നിങ്ങൾ ചെയ്യാതിരിക്കുക. എന്താ അതിലിപ്പോ വെനം പോയിട്ട് അവരിപ്പോ അപ്ഗ്രേഡ് ചെയ്യണം. നമ്മുടെ ഇപ്പൊ വീണ്ടും നമുക്ക് ഈ DTC മൈനിങ് പവർ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ടോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോൾഡ് വെനം എന്നൊന്നും ചെയ്യേണ്ട. നിങ്ങൾ വാലറ്റ് മാത്രം കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ കാര്യം നിങ്ങൾ എല്ലാവരും മറന്നോളൂ. ബാക്കിലേക്ക് വരിക. ഡെയിലി അറ്റംപ്റ്റ് ഇങ്ങനെയുള്ളത് കൂട്ടാനുള്ളതൊക്കെ കോയിൻ കൊടുത്തിട്ട് കൂട്ടുക, മൾട്ടി ടൈപ്പ് കൂട്ടാനുള്ളത് കോയിൻ കൊടുത്ത് കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. എല്ലാവരും വാലറ്റ് കണക്ട് ആയോ ഒന്ന് കൺഫർമേഷൻ ഒന്ന് ഇവിടെ നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ വീഡിയോന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, യൂസ്ഫുൾ വീഡിയോകൾക്ക് വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ കമന്റ് ഇടുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇപ്പൊ എന്നെ ചീത്ത വിളിയാണെങ്കിലും തെറി വിളിയാണെങ്കിലും ഞാൻ ഉട്ടായിപ്പാണെന്നാണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം വേറൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഹാവ് എ ഗ്രേറ്റ് ഡേ.